എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആയിരിക്കുമല്ലേ ചക്ക. നമുക്ക് ചക്ക വെച്ചിട്ട് ഇന്ന് 2 ടൈപ്പിൽ അട ഉണ്ടാക്കിയാലോ. അപ്പം ഫസ്റ്റത്തെ ടൈപ്പ് നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ടും പിന്നത്തെ ടൈപ്പ് ഇതേപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ 2 ടൈപ്പിലുള്ള ചക്കയുടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 2 അണി വെല്ലം നമുക്ക് അലിയിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ചക്ക, കുരു കളഞ്ഞ നല്ല പഴുത്ത വരിക്ക ചക്ക കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, ഭയങ്കര മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 അണി വെല്ലം എടുത്തത്. അപ്പം നമുക്ക് ഈ ചക്ക 2 ടൈപ്പിലാക്കി എടുക്കാം. ഒന്ന് കുറച്ച് കുനുകുനാ അരിഞ്ഞെടുക്കാം, ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വെന്ത് പോകുന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്താക്കാം, ഉരുകാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മളുടെ ആ വെല്ലപ്പാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ, ഇല്ലെങ്കിൽ വല്ല കല്ലോ മുള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ വെല്ലപ്പാവ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വെല്ലപ്പാവും തേങ്ങയും ചക്കയും എല്ലാം കൂടെ എന്ത് നല്ല സ്മെല്ലാണെന്നറിയോ ഇപ്പോൾ വരാനുള്ളത്. നല്ല അടിപൊളി സ്മെല്ലാട്ടോ. ഏലക്കതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചിടാം, പക്ഷെ അതൊന്നും വേണ്ട. നല്ല സ്മെല്ലാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും, അത്രക്കും നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ നമുക്ക് ഈ വെല്ലപ്പാവ് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. ഒന്ന് കുറുകി വരണേ. അപ്പോൾ കണ്ടോതാ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വെല്ലപ്പാവൊക്കെ നല്ല വറ്റി നമ്മളെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്കേൻ്റെ അരപ്പൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടത് തിളച്ച വെള്ളം കേട്ടോ. നല്ല തിളച്ച വെള്ളമാവണേ. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതേപോലെ. അപ്പം ചൂട് കുറവാണെങ്കിൽ ചിലപ്പോൾ മാവ് വേകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് തിളച്ച വെള്ളം എടുക്കണം എന്ന് പറയുന്നത്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് ഈ ഒരു പാകത്തിന് നല്ലൊരു ചപ്പാത്തി മാവൊക്കില്ലേ അതേപോലെ ഒന്ന് സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി പരിപാടികളൊക്കെ ഈസിയാണ്. നമുക്കൊരു വാഴൻ്റെ ഇല എടുക്കുക, അതിലേക്ക് ഇതൊരു ചെറിയൊരു ബോളാക്കിയിട്ട് നമുക്കതിലേക്ക് വെച്ച് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി ഇതിലേക്ക് നമുക്ക് എന്താക്കാം, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഈ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ട് കേട്ടോ, അതിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഈ ഇലൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത് അതില്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ വാഴൻ്റെ ഇല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എല്ലാം ഒന്ന് അതേപോലെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അപ്പോഴത്തേക്കൊക്കെ റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണാനും അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെടുത്ത് വെക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്കതെല്ലാം ഇതേപോലെ എടുത്ത് വെച്ചിട്ട് കണ്ടോ എൻ്റെ മോൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് റെഡിയായോ ചോദിച്ചിട്ട്. അപ്പോൾ സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ഇത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മെത്തേഡിലും കൂടി ഇത് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് നമ്മളുടെ അരിപ്പൊടിയാണ്. അതുകൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചക്ക പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അത് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചക്കേൻ്റെ മിക്സില്ലേ, ചക്കയും വെല്ലവും തേങ്ങയൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഈ ഒരു മാവ് നമ്മൾ ഒരു പത്തിരീൻ്റെ ഒക്കെ മാവില്ലേ ആ ഒരു രീതിയിലാട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാഴൻ്റെ ഇല എടുക്കുക, അതിലേക്ക് ഈ മാവ് വെക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. മറ്റേത് നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ടാണ്, ഇത് നമ്മൾ ഫില്ലിങ്സൊക്കെ അതിൽ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കതിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ വാഴൻ്റെ ഇലയിൽ വെക്കുക, മടക്കുക, ആവിയേറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണ്. മറ്റേത് കാണാനും കുറച്ചും കൂടെ നല്ല ഒരു ഭംഗിയുണ്ടാകുമെന്ന് മാത്രം. ടേസ്റ്റൊക്കെ രണ്ടും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക. പിന്നെ ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ സീസൺ ഏകദേശം കഴിയാറായല്ലോ. ഇപ്പോൾ കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നല്ല കഴിക്കാം. ഈ മഴയത്ത് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം.